ക്രിസ്തീയ സോദരി 2024 മെയ് ജൂൺ ലക്കം ഓഡിയോ വേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. എഡിറ്റോറിയൽ ഉയരാം ലക്ഷ്യത്തിലേക്ക്. എഴുതിയത് ലവ്ലി ജോർജ്. പുതിയ ഒരു വസന്തകാലം കൂടെ വന്നെത്തി. 2 മാസത്തെ അവധിക്കാലത്തിന് ശേഷം കളിച്ചിരികളുടെ ലോകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്ന കുട്ടികളും എല്ലാ തയ്യാറെടുപ്പുകളോടെയും അവരെ സ്വീകരിക്കുന്ന സ്കൂളുകളും ഈ അധ്യയന വർഷം ഭാസുരമാക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പഠനകാലമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമെന്ന് പറയാറുണ്ട്. പഠനകാലം മികവുറ്റതാണെങ്കിൽ ഭാവി ജീവിതം സുന്ദരമാകും. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ജ്ഞാനം നേടണമെങ്കിൽ ഭക്തി വേണം. ദൈവത്തിലുള്ള ഭക്തിയും വിശ്വാസവും ആശ്രയവുമാണ് ഒരു പഠിതാവിന് വേണ്ടതെന്ന് വ്യക്തം. അതുകൊണ്ട് ഈ അധ്യയനം നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. സമ്മർദ്ദങ്ങളുടെ ലോകത്താണ് നാം ജീവിക്കുന്നത്. കുട്ടികൾ മാത്രമല്ല, മാതാപിതാക്കളും ഏറെ സമ്മർദ്ദം നേരിടുന്നുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള ആകുലതകൾ അവരെയും വിട്ടുമാറുന്നില്ല. അവരുടെ പഠനത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമല്ല, അവർ എത്രത്തോളം സുരക്ഷിതരായിരിക്കുന്നു എന്ന ആശങ്കകളും മാതാപിതാക്കളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ആശങ്കകളും ദൈവസന്നിധിയിൽ നമുക്ക് ഇറക്കി വെക്കാം. ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിച്ചതുപോലെ അവരെ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നിശ്ചയദാർഢ്യവും അർപ്പണബോധവും കൈവിടാതെ ഈ സ്കൂൾ വർഷം മികവുറ്റതാക്കാൻ എല്ലാ കൂട്ടുകാർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും വിധം സമ്പന്നമാകട്ടെ പഠനകാലത്തിലെ ഓരോ ദിവസവും. പഠനം എളുപ്പമാക്കാനും മികച്ച വിജയം കരസ്ഥമാക്കുവാനുമുള്ള ചില നിർദ്ദേശങ്ങളുമായാണ് ക്രിസ്തീയ സോദരി ഈ ലക്കം നിങ്ങളിലേക്ക് എത്തുന്നത്. ക്രിസ്തീയ സോദരിയിലെ യുവ സഹോദരിമാർ വളരെ കൃത്യമായി അവതരിപ്പിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളും അവരുടെ അനുഭവങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറെ പ്രയോജനമാകും. പുതുപുത്തൻ പ്രതീക്ഷകളോടെ ഈ അധ്യയന വർഷത്തിൽ പ്രവേശിച്ചിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. സമയത്തെ കയ്യിലൊതുക്കാം ദൈവനാമ മഹത്വത്തിനായി. വായിക്കുന്നത് അക്സ നെൽസൺ. ഒരു ദൈവമില്ലാത്ത വില്ലനാണ് സമയമെന്ന് തോന്നാറുണ്ട്. ചിലപ്പോഴൊക്കെ ഒരു നായകനായും തോന്നും. ഈ കവികളൊക്കെ വർണ്ണാതീതമാക്കിയ സമയം വേദപുസ്തകത്തിലെയും ഒരു പ്രധാന ചിന്താവിഷയം തന്നെയാണ്. സമയം കളയാതെ നോക്ക്, ഈ പോകുന്ന സമയം ഇനി തിരിച്ചു കിട്ടില്ല, സമയം ഉണക്കാത്ത മുറിവുകളില്ല. ഇങ്ങനെ സമയം എന്ന പദം ഉച്ചരിക്കാത്ത ദിനങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചുരുക്കമാണ്. സമയത്തേക്കാൾ മികച്ച ഒരു അധ്യാപകനുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ചിലപ്പോൾ കഠിനമാണ്, വേദന തരുന്നതാണ് അധ്യാപനം. മറ്റു ചിലപ്പോൾ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും അണപൊട്ടലുകളായിരിക്കും. എന്തു തന്നെ ആയാലും തിരിച്ചറിവുകൾ ലഭ്യമാകും എന്നത് തീർച്ച. പ്രായഭേദമന്യേ എല്ലാവരുടെയും ജീവിതത്തിൽ സമയം ഒരു അതിപ്രധാന ഘടകമാണെങ്കിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യം ഒരല്പം മുന്നിലാണ്. സമയം എന്ന അധ്യാപകന്റെ അധ്യാപക കല എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം അത് നമുക്കുള്ളതാണ്. തീരുമാനം നല്ലതെങ്കിൽ മധുരം നിറഞ്ഞ ഓർമ്മകളായിരിക്കും ഫലം. നേരെ മറിച്ചെങ്കിലോ ജീവിതകാലം മുഴുവനുമുള്ള വേദനകൾ. പക്ഷെ പേടിക്കണ്ട, എങ്ങനെ സമയത്തെ ബുദ്ധിപൂർവ്വം വിനിയോഗിച്ച് ലക്ഷ്യപ്രാപ്തി നേടി വിജയം വരിക്കാം എന്നതിന് ഒട്ടേറെ മാർഗങ്ങളും സാധ്യതകളും നമ്മുടെ മുന്നിലുണ്ട്. ലോകപരമായ വീക്ഷണത്തിൽ നിന്നുകൊണ്ടല്ല, വിദ്യാർത്ഥികളായ കുഞ്ഞുങ്ങൾ ദൈവനാമ മഹത്വത്തിനായി തങ്ങളുടെ സമയത്തെ എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളതിന് ദൈവവചനത്തിന് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഏതൊരു കാര്യത്തിനും നാം സമീപിക്കേണ്ടതും ദൈവവചനത്തെ ആണല്ലോ. ലഭിക്കുന്ന സമയത്തെ സുബോധത്തോടെ കൈകാര്യം ചെയ്ത് ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ ദൈവവചനം എപ്പോഴും ഊന്നൽ നൽകുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ. പഠന കാലയളവിൽ കുട്ടികളെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം നൽകിയിരിക്കുന്ന വിദ്യാഭ്യാസ സാഹചര്യങ്ങളോട് വിശ്വസ്തരായിരിക്കുക എന്നതാണ്. ദൈവനാമം മഹത്വപ്പെടുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സഹായിക്കുന്ന മിത്രമാണ് സമയം. പക്ഷേ സമയത്തോട് നാം തിരിച്ചു കൂട്ടുകൂടിയേ മതിയാകും.
സമയത്തെ വിവേകത്തോടെ ദൈവഹിതപ്രകാരം കൈകാര്യം ചെയ്യുവാൻ സർവശക്തന് കൃപ തരും. അവിടുന്ന് നമ്മുടെ യാചനകളെ മറികടക്കുന്നവനല്ല, ആർക്കും കടക്കാരനുമല്ല. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നുമുള്ള ചില പരിശ്രമങ്ങൾ നിർണായകമാണ്. ദൈവനാമ മഹത്വത്തിനായി നാം എടുക്കുന്ന ചെറിയ ശ്രമങ്ങളെ പോലും മാനിക്കുന്നവനാണ് ദൈവം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സമയത്തെ കൃത്യമായി ക്രമീകരിക്കുവാൻ സഹായിക്കുന്ന ചില നിർദ്ദേശങ്ങൾ ഇതാ. ഓരോ ദിവസവും സമയത്തെ പാഴാക്കാതെ പ്രത്യേകിച്ച് ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ കൃപ ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കുക. അത് ദിവസേനയുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത്, ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ സൃഷ്ടിക്കുക. അവയുടെ കാഠിന്യമനുസരിച്ച് സമയത്തെ വീതിക്കുക. പ്രയാസമേറിയ കാര്യങ്ങൾ നാം ദിവസത്തിൽ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കുന്നത് എപ്പോഴോ അപ്പോൾ ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, പരീക്ഷ തുടങ്ങുന്നതിന് മുൻപ് വിഷയങ്ങളുടെ കാഠിന്യമനുസരിച്ച് തിരിച്ച് ഒരു ടൈം ടേബിൾ തയ്യാറാക്കി അതുപോലെ പ്രവർത്തനം തുടങ്ങുക. 3. ഒരു കാര്യം ചെയ്യാൻ വളരെയധികം അലസത തോന്നുകയാണെങ്കിൽ രണ്ടാമതൊന്നും ചിന്തിക്കാതെ അത് ചെയ്തു തുടങ്ങുക. ഓർക്കുക, ആരംഭ ശൂരത്വത്തിലല്ല കാര്യം, തുടർച്ചയായി ചെയ്യുന്നതിലാണ്. 4. പഠിക്കുന്ന കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ സമയത്തെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. എത്രത്തോളം പഠിച്ചു, എന്ത് പഠിച്ചു എന്നതിനേക്കാൾ ഏറെ വിജയത്തെ നിർണയിക്കുന്നത് നിശ്ചിത സമയത്തിനുള്ളിൽ എത്രയും ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ആകെയുള്ള സമയം കൃത്യമായി മനസ്സിലാക്കി ഓരോ ചോദ്യത്തിനും എത്ര സമയം കിട്ടും എന്നുള്ള വ്യക്തമായ ധാരണ പരീക്ഷയ്ക്ക് മുമ്പേ തയ്യാറാക്കി എഴുതാൻ ശ്രമിക്കുക. പരമാവധി ആ സമയത്തിനുള്ളിൽ എഴുതി തീർക്കാൻ ശ്രമിക്കുക. തീർന്നില്ലെങ്കിൽ അതിൽ തന്നെ തങ്ങി നിൽക്കാതെ അടുത്തതിലേക്ക് പോകുക. ചിട്ടയായുള്ള വേഗത പരീക്ഷ എഴുതുന്ന വേളയിൽ വളരെ ഗുണം ചെയ്യും. 5. ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ പരമാവധി ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും അകലം പാലിക്കുക. അത് സമയലാഭത്തിന് കൂടുതൽ സഹായിക്കും. ഈ നിർദ്ദേശങ്ങളെല്ലാം കേവലം വ്യക്തിപരമായ നിഗമനങ്ങളാണ്. ഇതിനേക്കാൾ എല്ലാം ഉപരി ആത്യന്തികമായി സമയത്തെ കയ്യിലൊതുക്കാൻ നമ്മെ സഹായിക്കുന്നത് നാം ദൈവത്തിനായി കൊടുക്കുന്ന സമയമാണ്. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, എന്നാൽ അതോടുകൂടി സകലവും നിങ്ങൾക്ക് ലഭിക്കും. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പോലെ ദൈവിക കാര്യങ്ങൾക്ക് മുൻസ്ഥാനം കൊടുത്താൽ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം എങ്ങനെ വിവേകത്തോടെ ക്രമീകരിക്കണം എന്ന ഉപദേശവും നടത്തിപ്പും അവിടുന്ന് തരും. തീരുമാനങ്ങൾ എടുക്കുക, അത് പ്രാവർത്തികമാക്കുവാൻ ദൈവകൃപ യാചിക്കുക, മുന്നോട്ട് കുതിക്കുക. ദൈവം നമ്മെ കൈവിടുകയില്ല. നമ്മേക്കാൾ ഏറെ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ചിന്താഭാരമുള്ള ദൈവം. നമ്മുടെ സമയത്തിന്റെ കാര്യത്തിലും അവിടുന്ന് മാറ്റമില്ല. ആശ്രയിക്കാം കൂടുതൽ അവിടുത്തെ കരങ്ങളിൽ. നന്ദി. വീക്ഷണം. പഠനം ആസ്വാദ്യകരമാക്കാം. എഴുതിയത് സോന സാബു. ഒരു പുതിയ അധ്യയന വർഷം കൂടെ വന്നു ചേർന്നിരിക്കുകയാണ്. വൈവിധ്യങ്ങളായ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ഒരു വർഷം നമ്മെ വിട്ടുപോയത്. പലവിധമായ വികാര വിചാരങ്ങളോടെ ആയിരിക്കും പല കുട്ടികളും തങ്ങളുടെ വിദ്യാകേന്ദ്രങ്ങളിലേക്ക് പോകുന്നത്. ചിലർക്ക് അവധി തീർന്നതിന് വിഷമം, വേറെ ചിലർക്ക് പോയ വർഷം തൃപ്തിയാകും വിധം നിർവഹിപ്പാൻ കഴിയാഞ്ഞതിൻ്റെ ആകുലത, മറ്റു ചിലർക്ക് പുതിയ അധ്യയനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ. ഇനിയും ചിലർ കഴിഞ്ഞതിനെയൊക്കെ മറന്ന് കുറെ കൂടെ ഉത്സാഹത്തോടെ എന്ന ഉറച്ച തീരുമാനത്തോടെ ആയിരിക്കുന്നവർ. ഇനിയും മറ്റു ചിലർ എങ്ങനെ പഠനം കുറെ കൂടെ മെച്ചപ്പെടുത്താം എന്ന ചിന്താഭാരത്തിലുമായിരിക്കാം. എന്നാൽ ഈ ചിന്താകൂലങ്ങളെയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് നമുക്ക് ലഭ്യമായ പുതിയ പഠനവർഷം എങ്ങനെ പ്രയോജനകരവും രസകരവും ആസ്വാദ്യകരവുമാക്കാമെന്ന ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് സജ്ജമാക്കാം. ഇതിന് സഹായകമായ ചില നുറുങ്ങുവിദ്യകൾ പരിചയപ്പെടാം. 1. നാം തന്നെ നമ്മുടെ മാർഗദർശിയോ ഉപദേഷ്ടാവോ ആയിരിക്കുക. നമ്മുടെ കുട്ടിക്കാലത്ത് നാം ടീച്ചറും കുട്ടിയും കളിക്കുമായിരുന്നുവല്ലോ. അതേ കാര്യം ഒരു പഠന രീതിയാക്കി മാറ്റിയാലോ? ഇതേറെ ഫലവത്തായിരിക്കുമെന്ന് എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയ ഒരു പഠനരീതിയാണ്. പഠിക്കുവാനുള്ളൊരു ഭാഗം തിരഞ്ഞെടുക്കുക, ആദ്യം അതൊന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കുക, അതിൽ നിന്നും മനസ്സിലാക്കിയ കാര്യം നാം നമ്മെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക. പരീക്ഷയ്ക്ക് മുമ്പ് നാം അറിയാത്ത ചില വിഷയങ്ങൾ നമ്മുടെ കൂട്ടുകാർ നമുക്ക് പറഞ്ഞു തരാറില്ലേ?
അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകർ പഠിപ്പിക്കുന്ന രീതികളും നമുക്കിതിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഉദാഹരണത്തിന്, ദഹന വ്യവസ്ഥ പഠിപ്പിക്കുവാനായി നമ്മുടെ ടീച്ചർ അതിൻ്റെ ചിത്രം ബോർഡിൽ വരച്ച് ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്തി അതിൻ്റെ പേര് പറഞ്ഞ് തന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതേ ഭാഗം പഠിക്കുവാനിരിക്കുമ്പോൾ ആ ചിത്രം ഒരു ബോർഡിലോ പേപ്പറിലോ ശബ്ദമുയർത്തി തന്നെ നമ്മുടെ മനസ്സിന് പറഞ്ഞു കൊടുക്കുക. അതൊരിക്കലും മറക്കാത്ത വിധത്തിൽ നമ്മുടെ തലച്ചോറിൽ കോഡ് ചെയ്യപ്പെടുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. ഇതേ വിധത്തിൽ എല്ലാ വിഷയങ്ങളും പഠിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഏതു വിഷയവും ആയാസരഹിതമായി നമുക്ക് അനുഭവപ്പെടും. 2. ചോദ്യങ്ങൾ ചോദിക്കുക. ചോദ്യങ്ങളുമായാണ് അധ്യാപകർ ക്ലാസ്സിൽ നമ്മെ സമീപിക്കാറുള്ളത്. എന്തുകൊണ്ട്, എങ്ങനെ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാവാം മിക്കവാറും നാം അഭിമുഖീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നത്? തീർച്ചയായും നാം അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനുമാണ്. നാം പഠിക്കുമ്പോഴും നമ്മോട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിച്ചു നോക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുക. വായിച്ചു പോയ ഭാഗങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കുക. ചോദ്യങ്ങൾ നമ്മോട് തന്നെ ചോദിക്കുക. ഉത്തരങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുവാൻ ശ്രമിക്കുക. അങ്ങനെ അതും നമ്മുടെ ഓർമ്മ പഥത്തിൽ നിൽക്കും. ഇതാണ് മനസ്സിലാക്കി പഠിക്കുക എന്നതിൻ്റെ അർത്ഥം. ഉത്തരങ്ങൾ കിട്ടാത്ത ചോദ്യങ്ങൾ കുറിച്ചു വെച്ച് അധ്യാപകരോട് സഹായ നിവാരണം, അതിനുശേഷം വീണ്ടും വായിച്ചു പഠിക്കുക. ഈ ഒരു രീതിയിലൂടെ നമ്മുടെ പഠനം ഏറെ സുഗമമാക്കുവാൻ നമുക്ക് സാധിക്കും. എഴുത്തും വരയും വായനയും പഠനവുമെല്ലാം ഇതിലൂടെ സാധ്യമാകും. തീർച്ചയായും ഇത് നമ്മുടെ പഠനത്തെ ആസ്വാദ്യകരമാക്കും. 3. കോഡുകളും മൈൻഡ് മാപ്പുകളും ഉണ്ടാക്കുക. പഠിക്കുമ്പോൾ എളുപ്പത്തിൽ ഓർത്തിരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള കോഡുകളും മൈൻഡ് മാപ്പുകളും സ്വയം ഉണ്ടാക്കുന്നത് പഠനം ഏറ്റവും സുഗമവും രസകരവുമാക്കുവാൻ സാധിക്കും. ഇങ്ങനെ ചെയ്താൽ പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുവാനും നമ്മെ സഹായിക്കും. ഉദാഹരണത്തിന്, മഴവില്ലിൻ്റെ സപ്തവർണ്ണങ്ങളെ വിബ്ജിയോർ എന്ന ഒരു പദത്തിലൂടെ നാം എന്നും ഓർത്തിരിക്കും പോലെ നമ്മുടേതായ പദങ്ങൾ, കോഡുകൾ സ്വയം സൃഷ്ടിച്ച് ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ പഠിക്കുന്ന ഓരോ വിഷയങ്ങളും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ്. പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ വിഷയങ്ങളിലെ ഓരോ കാര്യങ്ങളും നമുക്ക് ചുറ്റുമായി നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങൾ, പ്രതിഭാസങ്ങൾ ഒക്കെയാണ്. ഉദാഹരണമായി, നമ്മുടെ ഡ്രസ്സിൽ മഞ്ഞൾ പുരണ്ടു എന്ന് കരുതുക. അത് സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ മഞ്ഞ നിറം ചുവപ്പായി മാറും. ഇത് കെമിസ്ട്രിയിൽ പഠിക്കുന്ന ആസിഡ്, ബേസ്, ന്യൂട്രൽ എന്ന പാഠത്തിലെ ഒരു രാസപ്രവർത്തനമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ നിരീക്ഷിച്ച് അതിനെ നമ്മുടെ പാഠ്യവിഷയവുമായി ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ അതേറെ രസകരവും ആയിരിക്കും. അതുപോലെ പഠിക്കുന്ന കാര്യങ്ങൾ ഭാവനയിലൂടെയും ചിത്രീകരിച്ച് കാണുവാൻ ശ്രമിക്കുന്നതിലൂടെയും പഠനം ആയാസരഹിതമാക്കുവാൻ സഹായിക്കും. ഹിസ്റ്ററി, ജോഗ്രഫി പോലെയുള്ള വിഷയങ്ങൾ എളുപ്പം മനസ്സിലാക്കുവാൻ ഇത് സഹായകമാകും. 4. പ്രാർത്ഥനയോടെ പഠിക്കുക. എല്ലാറ്റിലും ഉപരി പഠനത്തിനാവശ്യമായി വരുന്നത് ദൈവാശ്രയമാണ്. വിശുദ്ധ വചനം ഇങ്ങനെ പറയുന്നു: യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. സങ്കീർത്തനങ്ങൾ 112:10 ദൈവഭക്തി ആചരിക്കുന്നതിലൂടെ നല്ല ബുദ്ധിയും വിവേകവും പ്രാപിക്കുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് പഠിക്കുവാൻ ശ്രമിച്ചാൽ അതെത്രയോ സുഗമവും ആസ്വാദ്യകരവുമാകും. എന്തു പഠിച്ചാലും അതെല്ലാം ഇഷ്ടപ്പെട്ടും രസിച്ചും ആസ്വദിച്ചും പഠിക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് അതിനായി സജ്ജമാക്കുക. തീർച്ചയായും അത് വലിയ മാറ്റങ്ങൾ നമ്മിൽ കൊണ്ടുവരും. പഠനം നമ്മുടെ ദിനചര്യയായി മാറണം. ഒരു വാചകം കൂടെ ഇവിടെ ഉദ്ധരിക്കട്ടെ: നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കുവാൻ സാധിക്കുകയില്ല, എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ മാറ്റുവാൻ കഴിയും. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഈ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. നമ്മുടെ പുതിയ അധ്യയന വർഷം പഠനം എന്ന നല്ല ശീലത്തിലൂടെ നമ്മുടെ ഭാവിയും ഭാഗധേയവും നമുക്ക് മാറ്റിയെടുക്കാം. പിന്നിട്ട വഴികൾ: പഠനം, സ്വപ്നം, ജീവിതം. ബ്യൂല ജെയിംസ്.
ശരാശരിയിൽ താഴെയുള്ള വിദ്യാർത്ഥി എന്ന നിലയിൽ നിന്നും ഒരു റാങ്ക് ജേതാവിലേക്കുള്ള ബ്യൂലയുടെ അവസ്മരണീയമായ ഈ യാത്രയെ വിശേഷിപ്പിക്കാനാവുന്നത് എളിയവരെ ആദരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നാണ്. കേരള സർവകലാശാലയിൽ നിന്നും MA സോഷ്യോളജിയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ ബ്യൂല തൃശൂർ ജില്ലയിൽ നടത്തറ പഞ്ചായത്തിൽ ബേബീസ് നഗറിൽ KC ജെയിംസിൻ്റെയും ബെറ്റി ജെയിംസിൻ്റെയും മകൾ തൻ്റെ പഠന മികവിനെക്കുറിച്ചും ഒരു റാങ്ക് ജേതാവിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളെക്കുറിച്ചും ക്രിസ്തീയ സോദരി വായനക്കാർക്കു വേണ്ടി പങ്കുവയ്ക്കുന്നു. വന്ന വഴികൾ. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ 3/4 ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഒരു ശരാശരിയിൽ താഴെയുള്ള വിദ്യാർത്ഥിയായിരുന്ന ഞാൻ എൻ്റെ ആദ്യാക്ഷരത്തിന് തുടക്കം കുറിച്ചത് രഹബോത്ത് ഗേൾസ് LP സ്കൂളിലെ നഴ്സറിയിലാണ്. അതിനുശേഷം LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള പഠനം നടത്തറ ഹോളി റെഡിമേഡ്സ് കോൺവെന്റ് LP സ്കൂളിലായിരുന്നു. പിന്നീട് 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള പഠനം തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ശേഷം ബിരുദ പഠനം BA സോഷ്യോളജി വിമല കോളേജിലും പൂർത്തീകരിച്ചു. അതിനുശേഷം പ്രവേശന പരീക്ഷ എഴുതി കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് MA സോഷ്യോളജി നേടി. ഇതോടൊപ്പം എനിക്ക് മറക്കാൻ കഴിയാത്തൊരു അനുഭവമായിരുന്നു എൻ്റെ സ്വന്തം സഭയായ തൃശൂർ നെല്ലിക്കുന്ന് സിയോൺ ബ്രദറൻസ് ചർച്ച് സൺഡേ സ്കൂളിലെ പഠന കാലഘട്ടം. 200-ലധികം കുട്ടികൾ പഠിച്ചിരുന്ന സൺഡേ സ്കൂളിൽ പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അന്ന് ഗലാത്യ ലേഖനം ഒരു വാക്കുപോലും തെറ്റിക്കാതെ മുഴുവൻ പറഞ്ഞത് വാക്യമത്സരത്തിൽ 1ാം സ്ഥാനം നേടിയതും പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ചതും ഇന്നലെ എന്ന പോലെ ഞാൻ ഓർക്കുന്നു. ഇങ്ങനെയുള്ള ക്രമീകൃതമായ ദൈവവചന പഠനം എൻ്റെ കലാലയ ജീവിതത്തിലെ പഠന സമയങ്ങളിൽ എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട്. ദൈവം നൽകുന്ന ബുദ്ധി കലാലയ പഠനത്തിന് മാത്രമായി ഉപയോഗിക്കാതെ ദൈവവചന പഠനത്തിനും പ്രയോജനപ്പെടുത്തുമ്പോൾ ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങളിൽ ദൈവം ആവശ്യമായ ആലോചനകളും മതിയായ ജ്ഞാനവും പകർന്നു തരുമെന്നതിൽ ഒരു തർക്കവുമില്ല. പഠനരീതി. +1 ഹ്യൂമാനിറ്റീസ് പഠന വിഷയമായി തിരഞ്ഞെടുത്ത സമയം മുതൽ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമാണ് ഒരു ബെസ്റ്റ് അക്കാഡമിക് പ്രൊഫൈലിൻ്റെ ആവശ്യകത. കാരണം ഇങ്ങനെയുള്ള മാനവിക വിഷയങ്ങളിൽ വിജയിച്ച് ഉന്നത നിലവാരത്തിലെത്തണമെങ്കിൽ നല്ല ഒരു അക്കാഡമിക് പ്രൊഫൈൽ കൂടിയേ തീരൂ. ഡിഗ്രിക്കും PGക്കും സോഷ്യോളജി എന്ന വിഷയം പ്രധാന വിഷയമായി എടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇന്നത്തെ സമൂഹത്തിൽ ഈ വിഷയത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നത് മനസ്സിലായത്. സോഷ്യൽ സയൻസിൽ തന്നെ വരുന്ന മറ്റു വിഷയങ്ങൾ കൃത്യമായ വീക്ഷണത്തോടെ പഠിക്കുമ്പോൾ സോഷ്യോളജി എന്ന വിഷയം കൈകാര്യം ചെയ്യുന്നത് മനുഷ്യരെയും പല മനുഷ്യർ അടങ്ങുന്ന സമൂഹത്തെയും കുറിച്ചാണ്. ഒരു ശാസ്ത്രജ്ഞന് ജീവനില്ലാത്ത വസ്തുക്കളെ വെച്ച് പരീക്ഷണം നടത്തി നിഗമനത്തിലെത്താൻ സാധിക്കും. എന്നാൽ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞന് തൻ്റെ സോഷ്യൽ ലബോറട്ടറിയിൽ താൻ നിരീക്ഷിക്കുന്ന മനുഷ്യരെ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഒരേ റിസൾട്ടിൽ നിന്നെത്താൻ സാധിക്കുന്നില്ല എന്നതാണ് സമൂഹശാസ്ത്രത്തെ ശാസ്ത്ര വിഷയങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പഠിക്കുന്നതിന് ഒരു പ്രത്യേക ടൈം ടേബിൾ തയ്യാറാക്കിയുള്ള പഠനരീതി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ടൈം ടേബിൾ തയ്യാറാക്കുന്നത് എൻ്റെ മനസ്സിലാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ പഠനത്തെ പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു രീതി എല്ലാ വിഷയങ്ങൾക്കും യോജിക്കണമെന്നുമില്ല. ഓരോ വിഷയത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെ മുമ്പിൽ കണ്ടിട്ട് വേണം ഏത് പഠനരീതിയാണ് ഉചിതം എന്ന് തീരുമാനിക്കാൻ. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമായിരിക്കും. സദൃശവാക്യങ്ങൾ 2-ാം അധ്യായം 10-ാം വാക്യം. വെല്ലുവിളികൾ. സ്കൂൾ, കോളേജ്, സർവകലാശാല പഠന കാലയളവുകളിൽ പ്രതിസന്ധികൾ ധാരാളമുണ്ടായിരുന്നു. 10ാം ക്ലാസ് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ് അനാവശ്യമായ ഭയവും പരിഭ്രാന്തിയും അനുഭവിച്ച സമയങ്ങളായിരുന്നു അത്. ക്ലാസ്സിൽ ഞാൻ അത്ര മിടുക്കിയായ കുട്ടിയായിരുന്നില്ല. പൊതുവെ ലജ്ജാശീലവും ധൈര്യക്കുറവുമുള്ള ഞാനും ആ ടേണിംഗ് പോയിന്റിലെത്തി. SSLC പരീക്ഷയുടെ IT പ്രാക്ടിക്കൽ പരീക്ഷ വളരെ വിജയകരമായി എഴുതി. അതിനുശേഷം മലയാളം പേപ്പർ 1 ആയിരുന്നു. പരീക്ഷ തുടങ്ങി. 15 ചോദ്യങ്ങളടങ്ങിയ ചോദ്യപേപ്പറിലെ 14 ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതി ഞാൻ എൻ്റെ പരീക്ഷ അവസാനിപ്പിച്ചു. ചോദ്യപേപ്പറിൻ്റെ മറുപുറം നോക്കാൻ എന്തോ എനിക്ക് സാധിച്ചില്ല. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമെഴുതി എന്ന ആത്മവിശ്വാസത്തിൽ പരീക്ഷയുടെ മേൽനോട്ടം വഹിക്കുന്ന സാർ
പേപ്പർ തിരികെ വാങ്ങുന്നത് വരെ അവിടെയിരുന്നു. ഉത്തരക്കടലാസ് തിരിച്ചു കൊടുക്കുന്ന സമയമായപ്പോൾ ഞാൻ വെറുതെ ചോദ്യപേപ്പർ ഒന്ന് മറിച്ചു നോക്കി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് 6 മാർക്കിന്റെ ഉത്തരം എഴുതാൻ കഴിയാതെ വിട്ടുപോയത്. ആ ഒരു സമയം ഞാൻ നേരിട്ട മാനസിക സംഘർഷവും പിരിമുറുക്കവും ചെറുതായിരുന്നില്ല. പരീക്ഷ കഴിഞ്ഞ് സ്കൂളിനടുത്തുള്ള മരച്ചുവട്ടിലിരുന്ന് അന്നത്തെ പരീക്ഷയെക്കുറിച്ച് മറ്റു കുട്ടികൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ എനിക്ക് പറ്റിയ അബദ്ധം ആരെയും അറിയിക്കാതെ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അവിടെ മാറി നിന്നു. വീട്ടിൽ തിരികെ എത്തി എനിക്ക് സങ്കടം സഹിക്കാനായില്ല. അതുവരെ എൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ച സങ്കടം അണപൊട്ടിയൊഴുകി. നിലത്ത് വീണ് കിടന്ന് ഉറക്കെ കരഞ്ഞു. അമ്മയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറിനെ ഞാൻ വിളിച്ച് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. ടീച്ചർ എന്നെ ആദ്യം വഴക്കു പറഞ്ഞെങ്കിലും എന്നെ കുറേയധികം ആശ്വസിപ്പിച്ചു. ഇനിയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി എങ്ങനെ തയ്യാറാവണം എന്ന് പറഞ്ഞു തരികയും ചെയ്തു. ആ സംഭവത്തിന് ശേഷം ബാക്കിയുള്ള പരീക്ഷകൾക്ക് പഠിക്കുവാനുള്ള താല്പര്യം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ആ സമയങ്ങളിൽ വളരെ നിരാശയിലായിരുന്ന എനിക്ക് എൻ്റെ അമ്മയുടെ വാക്കുകൾ വളരെ ആശ്വാസം നൽകിയിരുന്നു. അമ്മ എൻ്റെ പുസ്തകങ്ങളിൽ നിന്നും വായിച്ചു തരുന്ന കാര്യങ്ങൾ കേട്ടാണ് പിന്നീടുള്ള എല്ലാ പരീക്ഷകളും ഞാൻ എഴുതിയത്. എൻ്റെ മാതാവ് MA മലയാളം ബിരുദധാരിയും പിതാവ് BA എക്കണോമിക്സ് ബിരുദധാരിയുമാണ്. ഹൈസ്കൂൾ കാലഘട്ടം മുതൽ ഏറെ ഇഷ്ടത്തോടെ പഠിച്ച ഒരു വിഷയമായിരുന്നു സോഷ്യൽ സയൻസ്. ആ ഒരു വിഷയത്തോടുള്ള ഇഷ്ടം തുടങ്ങിയത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ 80-ലധികം കുട്ടികളുണ്ടായിരുന്നു. ഒരു ദിവസം ടീച്ചർ ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം അറിയാത്തത് കൊണ്ട് തലവേദനയായിരുന്നു എന്ന കാരണം പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു. എന്നാൽ അടുത്ത ദിവസം ചോദ്യം വരുമെന്ന് ഉറപ്പായതുകൊണ്ട് ഞാൻ നന്നായി പഠിച്ചിട്ട് പോയി. ഉത്തരം വളരെ ഭംഗിയായി ഒരു തെറ്റും കൂടാതെ പറയാൻ ദൈവം എനിക്ക് കൃപ നൽകി. നമ്മെ കൃത്യമായ ട്രാക്കിലേക്ക് ദൈവം കൊണ്ടെത്തിക്കും എന്ന സത്യം ഞാനന്ന് മനസ്സിലാക്കി. നല്ല അധ്യാപകരുടെ കീഴിലും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പോയി പഠിക്കാൻ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കി തന്നത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അത്ര തിളക്കമുള്ള വിജയമായിരുന്നില്ല എനിക്ക് 10ാം ക്ലാസ്സിൽ ലഭിച്ചത്. ആ സമയത്ത് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ലായിരുന്നു. +1 പഠനത്തിന് ഹ്യൂമാനിറ്റീസ് ഞാൻ തിരഞ്ഞെടുത്തു. ഇവിടെ നിന്നാണ് ശരാശരിയിൽ താഴെയുള്ള വിദ്യാർത്ഥി എന്ന നിലയിൽ നിന്നുള്ള എൻ്റെ അക്കാഡമിക് ഗ്രാഫിൻ്റെ ഉയർച്ച ആരംഭിച്ചത്. അതുവരെയും പൊതുവെ അത്ര ധൈര്യശാലിയല്ലാത്ത ഞാൻ വളരെ സ്മാർട്ടായി പെരുമാറാൻ തുടങ്ങിയിരുന്നു. എൻ്റെ +1 വെക്കേഷൻ സമയത്ത് എനിക്ക് ഡെങ്കിപ്പനി വന്നു. കഠിനമായ തലവേദനയും പനിയും പിടിച്ച് തല കറങ്ങി വീണ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. കൗണ്ട് കുറയുന്നതും BP കുറയുന്നതും തുടരുന്നത് കൊണ്ട് അവിടെ നിന്നും എന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. എൻ്റെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു പനിയിലൂടെ എല്ലാ തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും ഞാൻ അഭിമുഖീകരിച്ചു. അതെൻ്റെ ജീവിതത്തിലേക്കുള്ള ഏറ്റവും വലിയ തിരിച്ചുവരവായിരുന്നു. ദൈവം അവിടെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ അവസ്ഥയും നേരിടുവാനുള്ള കൃപ ദൈവം എനിക്ക് നൽകി. അങ്ങനെ +2 പഠനവും +1 നന്നായി പഠിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി. 5 A+ഉം 1 A ഗ്രേഡുമായിരുന്നു +2 എനിക്ക് ലഭിച്ചത്. അതിൽ സോഷ്യോളജിക്ക് +1 പഠിക്കുമ്പോൾ 100-ൽ 94 മാർക്കും +2 100 മാർക്കും ലഭിച്ചിരുന്നു. സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. ഹിന്ദിക്ക് 100-ൽ 100 മാർക്ക് 2 വർഷവും ലഭിച്ചിരുന്നു. തളർന്നു പോകാതെ നിലനിർത്തുന്ന ദൈവപ്രവൃത്തി അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. BA സോഷ്യോളജി പഠനത്തിനു വേണ്ടി പല സർവകലാശാലകളിലേക്കും പ്രവേശന പരീക്ഷ എഴുതിയിരുന്നു. തൃശ്ശൂർ വിമല കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചത്. ഒരു റാങ്ക് ഹോൾഡർ ആകണം എന്ന ആഗ്രഹത്തോടെ അവിടെ പഠിക്കുവാൻ ചേർന്ന് എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ടോപ്പറായി നല്ല രീതിയിൽ സോഷ്യോളജി കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിച്ചു. മാത്രമല്ല 90% മാർക്കോടെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റ് അവാർഡും ലഭിച്ചു. എന്നാൽ വിമല കോളേജ് സ്വയം ഭരണാവകാശമുള്ള കോളേജ് ആയതിനാൽ കാലിക്കറ്റ് സർവകലാശാല റാങ്കിന് പരിഗണിക്കുമ്പോൾ അഫിലിയേറ്റ് കോളേജുകൾ മാത്രമേ കണക്കിലെടുക്കൂ എന്ന കാര്യം അവസാന സെമസ്റ്റർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. തിരുവനന്തപുരം കാര്യവട്ടത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജി വിഷയത്തിൽ MA ചെയ്യുന്ന സമയത്തായിരുന്നു മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരത്തിനുള്ള
അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടുള്ള വാർത്ത വന്നത്. 2020-21 അധ്യയന വർഷത്തിൽ ഡിഗ്രിക്ക് ഉന്നത മാർക്ക് വാങ്ങി പാസ്സായവർക്കായിരുന്നു അതിനുള്ള അവസരം. ഞാൻ നാട്ടിലില്ലാത്ത സാഹചര്യമായതിനാൽ അമ്മയായിരുന്നു ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്യുന്ന സമയത്ത് കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടറിയിൽ നിന്നും ഞാൻ ഈ ഒരു അവാർഡിന് സെലക്റ്റഡ് ആയിട്ടുള്ള വിവരം എന്നെ വിളിച്ച് അറിയിച്ചു. 1,00,000 രൂപയും ചീഫ് മിനിസ്റ്റേഴ്സ് സ്റ്റുഡൻസ് എക്സലൻസ് അവാർഡ് എന്ന പേരിലുള്ള സർട്ടിഫിക്കറ്റും ഗവൺമെൻറ് ഓഫ് കേരളയിൽ നിന്നും എനിക്ക് ലഭിച്ചു. കേരള സർവകലാശാല പാളയം ക്യാമ്പസിൻ്റെ ഹാളിൽ വെച്ചായിരുന്നു അവാർഡ് ദാനം നടന്നത്. വിവിധ പഠന മേഖലകളിൽ നിന്നും സമർത്ഥരായ 1000 വിദ്യാർത്ഥികളെയായിരുന്നു അതിനുവേണ്ടി കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്തത്. കേരള മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മറ്റു മന്ത്രിമാരും പങ്കെടുത്തിരുന്ന ഒരു വലിയ ചടങ്ങായിരുന്നു അത്. അവിടെ എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്: നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ ദൈവം നമ്മെ തക്ക സമയത്ത് ഉയർത്തുന്നതിന് വേണ്ടി അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പി. കേരള സർവകലാശാലയിൽ സർവകലാശാല പഠന വകുപ്പിൽ MA സോഷ്യോളജി ചെയ്യുന്ന സമയത്തും പലതരത്തിലുള്ള പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നേരിട്ടിരുന്നു. ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കുക എന്നതും അവിടെ നിന്നും റാങ്ക് ഹോൾഡറായി ഇറങ്ങി വരണമെന്നതും വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. ജനറൽ കാറ്റഗറിയിൽ ആദ്യ റാങ്കോടെ എനിക്കവിടെ അഡ്മിഷൻ പ്രവേശന പരീക്ഷ വഴി ലഭിച്ചു. പക്ഷേ ഹോസ്റ്റൽ ജീവിതം എനിക്ക് ദുരിതപൂർണമായിരുന്നു. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ അഡ്മിഷൻ ഒരു പ്രത്യേക രീതിയിലുള്ളതായിരുന്നു. ദൂരമനുസരിച്ച് മുമ്പിൽ വരുന്ന കുട്ടികൾക്കായിരുന്നു ഹോസ്റ്റൽ പ്രവേശനത്തിൽ പ്രിഫറൻസ് ലഭിച്ചത്. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ക്യാമ്പസ് ഹോസ്റ്റലിൽ താമസിക്കുവാൻ അവസരം ലഭിച്ചില്ല. എനിക്ക് പുറത്തുള്ള ഹോസ്റ്റലുകളിൽ മാറി മാറി താമസിക്കേണ്ടി വന്നു. 2 വർഷത്തെ ഹോസ്റ്റൽ ജീവിതം ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. മറ്റു സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളോട് ഒരു ദൈവ പൈതലെന്ന നിലയിൽ എങ്ങനെ ഇടപെടണമെന്നും ഞാൻ ആരാണെന്ന തിരിച്ചറിവും ബോധ്യവും എനിക്കുണ്ടാക്കി തരികയും ചെയ്തു. ലക്ഷ്യം: എൻ്റെ ജീവിതത്തിലെ അടുത്ത പ്രധാന ലക്ഷ്യം സിവിൽ സർവീസ് പരീക്ഷ ജയിക്കുകയാണ്. പഠിച്ച കാര്യങ്ങളെ പ്രാവർത്തികമാക്കാനുള്ള ഒരു ശരിയായ അവസരം നേടിയെടുക്കുക എന്നതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ ആഗ്രഹവും ലക്ഷ്യവും എന്തു തന്നെയായിരുന്നാലും ദൈവത്തിൻ്റെ ഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം ശരിയായ മാർഗത്തിലൂടെ നമ്മെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നത് പോലെ നിർവചിക്കാൻ കഴിയാത്ത വിധം കൃപമേൽ കൃപ ചൊരിഞ്ഞ് അത്ഭുതകരവും അതിശയകരവുമായി അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഹോബി: പഠന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വായിച്ചിരുന്നത് പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ തന്നെയായിരുന്നു. പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം മറ്റു പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ന്യൂസ് പേപ്പറും വായിക്കാറുണ്ട്. മാത്രമല്ല, ഉപയോഗപ്രദമായ വിവരങ്ങളും അറിവുകളും ശേഖരിക്കുന്ന അഭിമുഖങ്ങളും പോഡ്കാസ്റ്റുകളും കേൾക്കാറുണ്ട്. വാഹനങ്ങളുടെ ചില റബ്ബർ പാർട്സ് സ്വന്തമായി നിർമ്മിക്കുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് വീടിനോട് ചേർത്ത് തന്നെ നടത്തുകയാണ് പിതാവ് ജെയിംസ്. വീട്ടമ്മയായ മാതാവ് ബെറ്റിയും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ സഹോദരൻ ബാനിയും ചേർന്ന കുടുംബം ഏറെ പരിമിതികൾക്കുള്ളിലും സന്തുഷ്ടരായി മുന്നേറുന്നു. ലക്ഷ്യരൂപീകരണം സുഗമമാക്കാം. എഴുതിയത് അഡ്വക്കേറ്റ് സുസാന ജോർജ് രാജു. എല്ലാ പുതുവർഷത്തിൻ്റെയും തുടക്കത്തിൽ അല്ലെങ്കിൽ പരീക്ഷകൾക്ക് തൊട്ടു മുമ്പ് ലക്ഷ്യക്രമീകരണം എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾ സെമിനാറുകളിൽ പങ്കെടുക്കാറുണ്ട്. ഈ പാഠങ്ങളിൽ നിന്നും ലഭിക്കുന്ന നുറുങ്ങുകളും വിദ്യകളുമൊക്കെ എത്രത്തോളം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട്? ഇപ്പോഴും പരീക്ഷകൾക്ക് മുമ്പ് പാഠഭാഗം വേണ്ട നിലയിൽ പൂർത്തിയാക്കുവാൻ ബുദ്ധിമുട്ടുന്നില്ലേ? അല്ലെങ്കിൽ ഭാവിയെപ്പറ്റി ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഭാരം അലട്ടുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഈ ലേഖനം താങ്കളെ തേടിയെത്തിയതാണ്. ലക്ഷ്യക്രമീകരണങ്ങൾ തലച്ചോറിലെ ഡോപ്പമീനെ സജീവമാക്കുന്നു. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് തലച്ചോറിൽ ഡോപ്പമീൻ്റെ കുതിച്ചുചാട്ടം സൃഷ്ടിക്കുന്നു. ഇത് സന്തോഷം, പ്രചോദനം, ഊർജ്ജസ്വലത എന്നീ വികാരങ്ങളിലേക്ക് നയിക്കുന്നു. തുടർന്ന് നൽകിയിരിക്കുന്ന 4 ലളിതമായ ഘട്ടങ്ങളിലൂടെ
നമുക്ക് അർത്ഥവത്തായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. 1. ലക്ഷ്യത്തെ തിരിച്ചറിയുക. തിരക്കുള്ളവരായിരിക്കുന്നതിൽ മാത്രം കാര്യമില്ല. ഉറുമ്പുകളും അങ്ങനെയാണല്ലോ. താങ്കൾ എന്തുകൊണ്ട് തിരക്കുള്ളവർ ആയിരിക്കുന്നു എന്നതിലാണ് കാര്യം. ഹെൻറി ഡേവിഡ് തോറോ, അമേരിക്കൻ തത്വചിന്തകൻ. ലക്ഷ്യത്തെ തിരിച്ചറിയുക എന്നതാണ് പ്രഥമ ദൗത്യം. എന്തുകൊണ്ടാണ് ഇതിത്രയധികം പ്രാധാന്യമർഹിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ലക്ഷ്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കം അതിൻ്റെ തീരുമാനമെടുക്കുന്ന ഭാഗത്തെയും വികാരങ്ങളെ രൂപപ്പെടുത്തുന്ന ഭാഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ വികാരങ്ങളെയും മാനസികാവസ്ഥകളെയും പ്രചോദിപ്പിക്കും. അതിനാൽ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനാകും. 2. ലക്ഷ്യം പ്രവർത്തനക്ഷമമാക്കുക. ജീവിതത്തിൽ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള മഹത്തായ ആശയങ്ങളായിരിക്കാം നമ്മുടെ മനസ്സിലുള്ളത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനസ്സിൽ ഒരു ലക്ഷ്യമുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. നാം അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചേ മതിയാകൂ. ഈ ആശയങ്ങളെ പ്രവർത്തനക്ഷമമാക്കുക. ലക്ഷ്യത്തെ പ്രവർത്തനക്ഷമമാക്കുവാനുള്ള ഒരു സമർത്ഥമായ വഴി ഇതാ. നിർദ്ദിഷ്ടത, സ്പെസിഫിക്. നമ്മുടെ ആശയങ്ങളെ നമ്മുടെ ജീവിതത്തിലെ തന്നെ വളരെ പ്രത്യേകമായ വിഷയങ്ങളായി കാണുക. ഉദാഹരണത്തിന്, ഒരു മികച്ച വിദ്യാർത്ഥിയാകണം എന്നതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതിനു വേണ്ടിയുള്ള ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾക്കായി പ്രവർത്തിക്കുക. അളക്കാനാവുന്നത്, മെഷറബിൾ. നമ്മുടെ നിർദ്ദിഷ്ട ലക്ഷ്യത്തെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയുന്നവയാക്കി മാറ്റുക. ഒരാഴ്ചയിൽ നാം എത്ര മണിക്കൂർ സമയം പഠിച്ചു എന്നതിനനുസരിച്ച് നമ്മുടെ കഠിനാധ്വാനത്തെ നമുക്ക് അളക്കുവാൻ സാധിക്കും. കൈവരിക്കാനാകുന്നവ, അറ്റൈനബിൾ. നമ്മുടെ അളവുകോലിനെ വിലയിരുത്തി അതിനെ കൈവരിക്കാനാവുന്ന ഒന്നാക്കി മാറ്റുക. ഒരു ദിവസം 12 മണിക്കൂർ സമയം പഠനം എന്നതാണ് നമ്മുടെ അളവുകോലെങ്കിൽ അത് യഥാർത്ഥത്തിൽ സാധ്യമോ എന്നത് പരിശോധിക്കുക. വിനോദങ്ങളിൽ ഏർപ്പെടുവാനുള്ള സമയം, കുടുംബത്തോടൊപ്പവും നമുക്ക് വേണ്ടിയും ചെലവഴിക്കാനുള്ള സമയം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്ന ഒരു സമയത്തെ അളവുകോലാക്കുക. എങ്കിൽ നമ്മുടെ ലക്ഷ്യം നമുക്ക് കൈവരിക്കാനാകും. യാഥാർത്ഥ്യമായത്, റിയലിസ്റ്റിക്. നമ്മുടെ ലക്ഷ്യം യാഥാർത്ഥ്യമായിരിക്കണം. എങ്ങനെയെന്നാൽ നമ്മുടെ ലക്ഷ്യത്തിനായി ഒരു പ്രവർത്തന പദ്ധതി തയ്യാറാക്കണം. അത് നമ്മുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായിക്കും. ഒരു ദിവസം 4 മണിക്കൂർ പഠിക്കുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിനായി ഒരു പ്രത്യേക സമയം നാം മാറ്റിവെക്കുന്നു എന്നത് ഉറപ്പുവരുത്തുക. ആ 4 മണിക്കൂർ സമയം നിങ്ങൾക്ക് പഠിക്കാൻ ഒരു സ്ഥലം തയ്യാറാക്കുക. ഇങ്ങനെയുള്ള ലളിതമായതും യാഥാർത്ഥ്യമായതുമായ പ്രവർത്തനങ്ങൾ നമ്മെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്നതാണ്. സമയാധിഷ്ഠിതമായത്, ടൈം ബേസ്ഡ്. നാം സജ്ജീകരിക്കുന്ന ഓരോ ലക്ഷ്യത്തിനും ഒരു കാലാവധി ഉണ്ടായിരിക്കണം. ഈ കാലയളവിൽ ഞാൻ എല്ലാ ദിവസവും 4 മണിക്കൂർ പഠിക്കും. ഇങ്ങനെ ഒരു ലക്ഷ്യം ക്രമീകരിക്കുന്നതിന് പകരം ഞാൻ ഒരാഴ്ചയിൽ എല്ലാ ദിവസവും 4 മണിക്കൂർ പഠിക്കും എന്ന ലക്ഷ്യത്തിന് ഊന്നൽ നൽകാം. ഈ രീതിയിൽ ലക്ഷ്യത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളായി തിരിക്കുന്നത് അതിനെ പിന്തുടരുന്നതിനും വിലയിരുത്തുന്നതിനും സഹായകമാകും. 3. മൂല്യനിർണയത്തിനും പ്രതികരണത്തിനും സ്ഥാനം നൽകുക. ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാകുമ്പോൾ ലക്ഷ്യങ്ങൾ ക്രമീകരിക്കരുത്, പ്രവർത്തന നടപടികൾ ക്രമീകരിക്കുക. കൺഫ്യൂഷ്യസ്, ചൈനീസ് തത്വചിന്തകൻ. 1-2 ആഴ്ചയ്ക്ക് ശേഷം മിക്ക ലക്ഷ്യങ്ങളും പരാജയപ്പെടുന്നത് ലക്ഷ്യം വളരെയധികം അല്ലെങ്കിൽ പദ്ധതി വളരെ കടുപ്പമാണ് എന്നിവ കൊണ്ടല്ല, വിലയിരുത്തലുകളും പ്രതികരണവും കൃത്യമായി നടക്കാത്തതുകൊണ്ടാണ്. എല്ലാ ദിവസവും മാറിമറിയുന്ന നമ്മുടെ ജീവിതവുമായി നമ്മുടെ പദ്ധതികൾ പൊരുത്തപ്പെടണം. മാറിമറിയുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാനും പ്രതികരിക്കുവാനുമുള്ള അത്ഭുതകരമായ ശേഷി മനുഷ്യ മസ്തിഷ്കത്തിനുണ്ട്. നാം നമ്മുടെ പദ്ധതികളെ തുടർച്ചയായി വിലയിരുത്തുകയും അതിനനുസരിച്ച് വേണ്ട മാറ്റങ്ങളെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. നാഡീവ്യവസ്ഥ കൂടുതൽ ശക്തിപ്പെടുന്നു. വിവരങ്ങൾ നിർണയിക്കാനുള്ള മസ്തിഷ്കത്തിൻ്റെ ക്ഷമത വർദ്ധിക്കുന്നു. ഇതേ തുടർന്ന് സർഗാത്മകത, തീരുമാന നിർണയം, പ്രശ്നപരിഹാര ശേഷി ഇങ്ങനെയുള്ള കഴിവുകൾ കൂടുതൽ ഊർജ്ജസ്വലമാകുന്നു. അതിനാൽ ഓരോ കാലാവധിക്ക് ശേഷവും
നമ്മുടെ പ്രകടനങ്ങളെ കൃത്യമായി വിലയിരുത്തി അതിനോട് വേണ്ട രീതിയിൽ പ്രതികരിച്ച് പ്രവർത്തന പദ്ധതികളെ തയ്യാറാക്കുക. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ശേഷം ആവശ്യമെങ്കിൽ താങ്കളുടെ പ്രവർത്തന പദ്ധതിക്കും ലക്ഷ്യത്തിനും മാറ്റങ്ങൾ വരുത്തുക. ഞാൻ ഈ പദ്ധതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? പദ്ധതിയിൽ എന്താണ് ഏറ്റവും എളുപ്പമായുള്ളത്? പദ്ധതിയിൽ പിന്തുടരുവാൻ ബുദ്ധിമുട്ടുള്ളതെന്താണ്? പദ്ധതിയിൽ ഇനി പ്രവർത്തിക്കാൻ സാധ്യതയില്ലാത്ത ചില വശങ്ങൾ ഏതൊക്കെയാണ്? പദ്ധതിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സ്വീകരിക്കാനാകും? 4. സഹായത്തിനായി ദൈവത്തോട് അപേക്ഷിക്കുക. ലക്ഷ്യം തീരുമാനിക്കുന്നതിനും നേടുന്നതിനുമുള്ള ഈ മുഴുവൻ പ്രക്രിയയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണിത്. നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മെ സഹായിക്കുമെന്നും നമുക്ക് ജ്ഞാനം നൽകുമെന്നും നമ്മുടെ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. നമുക്ക് വേണ്ടി മികച്ച പദ്ധതികളെ ഒരുക്കുന്ന, നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു. ജ്ഞാനത്തിനായി അവിടുത്തെ സന്നിധിയിൽ ചാരുക. അങ്ങനെയെങ്കിൽ നമ്മുടെ പദ്ധതികളും ലക്ഷ്യങ്ങളും നമ്മെ ഭരിക്കുന്ന യജമാനന്മാരായല്ല, മറിച്ച് ദൈവനാമ മഹത്വത്തിനായി നമുക്ക് പ്രയോജനപ്പെടുന്ന ഉപകരണങ്ങളായി രൂപപ്പെടും. Youth Special, Beloved and Becoming. As another year of learning dawns anew, is Jesus Christ your one constant? If yes, then your Master is well pleased of your deed. Never be disappointed if you have walked in slippery. A gentle arm is waiting, the one who christened you as his beloved. Embrace it and build yourself on that solid rock by grace for his glory. However, are you perplexed of where and how to begin? 1. Begin from the basic. Familiar term, isn't it so? Sometimes it is just the term itself. What about the content? Miss, why do you apply sunscreen on your face and body? The search engine shows sunscreen is the photoprotective topical product for the skin that helps protect against sunburn and prevent skin cancer. It is a matter of amusement that how much does a petite quantity of cream can complete. Many are the means we adopt for our well-being. The word of God in Psalm 119:9 reads as, "Wherewithal shall a young man cleanse his way? By taking heed thereto according to thy word." Ask yourself, do I need to clean myself? What things need to change? What could be the rationale for a verse like this? Why is it focused on young people? Am I one of them? God knows perfectly that this phase is not trouble-free. This phase can cause you with dirt and stains. Howbeit, how much do you apply the scriptures in your life substance largely? If you don't feel like reading, meditating, and applying the word of God, force it, because your ways need to be polished, and the Bible is the only product which can help you. 2. A lot of prayer plus a lot of work. You cannot pray for an A on a test and study for a B. This God was a wake-up call for me. Have you ever felt like getting low grades in a test even though praying about it constantly? Similarly, have you ever felt like losing it all though you did talk about God? It is just that simple algorithm we fail to comprehend. A lot of prayer plus a lot of work is equal to victory. Your actions should match with your prayers. Never test Lord your God. Yes, we need to work. The Father we have is not merciless. He who looks at you sees your work
and rewards you. I read an interesting quote, and I hope it does make an impact on you as it did with me. People pray for the cake, then God gives them the batter, eggs, oil, icing, pan, and an oven. And then they get frustrated and leave the kitchen. We fail to remember that grace sustains us. David had with him a stone and a sling inside his bag. He wisely utilized it in the right place without bothering about the largeness of the dilemma before him, solely trusting God. It is the rightful usages of courage, resources, time, place, etc. you are blessed with, and no lot of grace are going to fulfill your prayers. 3. Fulfill His purpose. Where are you planted? At the riverside or on the wasteland? If you are planted by the rivers, you shall surely be bringing fruits. Nevertheless, if you are planted in a wasteland, rewind, think where did you fail, and come back. Why are you not able to produce fruits? Because you are planted yourself in an arid land. Wilted leaves, weak stem, and withered self are not productive. Are we failing to fulfill the purpose? In Proverbs 22:29, we read, "Seest thou a man diligent in his business? He shall stand before kings. He shall not stand before mean men." Is the first part of the verse a representation of our purpose? The soul of the sluggard desireth, and hath nothing, but the soul of the diligent shall be made fat. Proverbs 13:4. My dear, the problem lies in where you are planted. Are you diligent in your works, or are you lazy? It is clear that God hates laziness. He expects His children to be fruitful. He expects us to fulfill our purpose, and therefore He expects us to stand by the riverside, not in an arid land. As a student, your purpose is to study, not just to study, but study hard. Be diligent in your work. Being diligent is to being careful and using a lot of effort. Postponing your duties shall cause you with stress, poor academic performance, and anxiety. Procrastination is normal. However, living in it is not normal. Always remember the goal, and that goal requires earnest attention. God favors the one who has the heart to be planted by the river. That one person will produce fruits and eat the labor of his hands, standing among the nobles. 4. Don't put God on a hold. In search of God, we lost diamond is a popular saying on the internet. In that quest for fulfilling life's purpose, many do forget about the diamond they have with them. It is mostly asking, receiving, and running away, asking God for perfect guidance, good understanding, and great grace. Upon receiving the blessings, many do fail. There's an additional set that trust in chariots and some in horses. Have you ever forgotten the name of your Lord? What is your priority in life? Dear, don't put God on a hold. Know the distractions and walk away from it, because it is going to cost you a diamond. What will you put aside? Your job, or your studies, or your time with God? I have seen young ones putting aside a 5 minutes prayer, prioritizing studies. You might be worshipping God on every Sundays, but what are you doing for Him as an individual? Be sure that you never try to work God
into your schedule, but always work your schedule around him, says Joyce Meyer, an American Christian author. The young girl who served the wife of Naaman had to say, "Thus a prophet called Elisha." Samuel had to say, "Speak, for thy servant heareth the Lord." Lydia invited the apostles to her house, and the list is endless. You might be in a quest to attain goal, having bronze with you. Even so offer your bronze unto him, who can make it a diamond and reward you accordingly. For the reason that a man's heart deviseth his way, but the Lord directeth his steps. Proverbs 16:9. 5. Dear mothers, be a Jeridah. Dear parents, are you teaching your children to prioritize spiritual growth and character development above worldly success? Mothers, are you a Rebecca or a Jedidah? Envious, women poisons and kills top classmate of daughter. This was the heading of all media on September 5, 2022. In Sierra Leone, local mothers help vulnerable children back into school. Also the title of an article published by UNICEF. Where are we failing and winning? Our parents shall perform with purpose rather than captivated with comparison. To dear mothers, Rebecca prioritized favoritism, manipulation, and victory of her one child over the other, ignoring to trust in God. Teach your kids to excel in the scripture, so shall the kid be naturally blessed and excelled in academics. He did that which was right in the sight of the Lord, and walked in all the way of David his father, and turned not aside to the right hand or to the left. This is a testimony about King Josiah, son of Jeridah. Josiah became a king when he was 8 years old. What might have helped him in ruling a nation well without worsening to please his God? Precisely his mother's God, not the God of his great-grandfather Manasseh. Jeridah was a God-fearing mother. Jeridah manifested before us a mother who can guide and excel her child both in spiritual responsibilities and in worldly responsibilities. Nor she ever boasted about her motherly talent or her son's talent. However, what is definite is that she has glorified her God in all of it. We need spiritually exceptional children and academically exceptional children, all for His name's glory alone, not for parents to boast. He that glorieth, let him glory in the Lord. 1 Corinthians chapter 1, verse 31. Ultimately, their successes are a reflection of God's grace and guidance in their lives. Lastly, I believe in the allocation of God that for every classroom there is one born-again child. You are planted there with this definitive purpose, with a whole lot of subsequent. As you grow in knowledge and wisdom, seek ways to use your skills and talents to make a positive impact in the world and advance God's kingdom. Be a positive influence. Seek wise companionship, considering the fruit. Remember, God's beloved. God is the author. Therefore, turn the new page courageously. Thanks for watching our video. Kindly share this with your friends. You can download the PDF from our website. Also, you can read and share the articles from there. To get a printed copy of our magazine, kindly contact us. Finally, don't forget to subscribe to our channel. God bless you.